ആരാ കുക്ക് ചെയ്തേക്കുന്നേ? ഞാനെന്ന് പറഞ്ഞ കുറച്ച് കൂടി പോയില്ലേ പറയുന്നൊക്കെ. ചേച്ചിയാ ചേച്ചി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ചേച്ചിമാരെയും കൂടെ പരിചയപ്പെടാം. ഞാനിപ്പോ നിൽക്കുന്നതെന്ന് പറയുന്നത് ദീപ്തിയുടെ റൂമിലാണ്. കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നില്ല ആളെ. അങ്ങനെ തപ്പി വന്നാണ്. കഴിഞ്ഞോ? റീൽസിനുള്ള റെഡിയാണോ? അപ്പൊ റീൽസ് എടുത്തിട്ട് വരും. നമുക്കിനി ബാക്കി പരിപാടികൾ സെറ്റ് ചെയ്യാനുണ്ട്. ആരാ സാധാരണ എടുത്തു തരുന്നേ? ചക്കര ചേച്ചിയുടെ മോളെ. ഓക്കെ, ചക്കരനെ വിളിച്ചോ. വാ ചക്കരേ. ചക്കര ഫിഷ് മസാല. എന്താ മീനിന്റെ രുചി, ക്വാളിറ്റിയാണ്, വിശ്വസിക്കാം. അപ്പൊ ശരി, പോയിട്ട് വരാം കേട്ടോ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ഇനി സ്കൂളുണ്ട്, തറവാടുണ്ട്, അത് കഴിഞ്ഞ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തൃശ്ശൂരാന്നാ പറഞ്ഞത്. അപ്പം ഇച്ചിരി ലോങ് ജേർണി തന്നെയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെ വിശേഷങ്ങളും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറയുന്നത് സ്കൂളും തറവാടും. അതോ തറവാടും സ്കൂളും പോകുന്ന വഴിയില്ല രണ്ടും. മീൻസ് തറവാട് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയത് സ്കൂൾ. ഓക്കെ. അപ്പൊ ഈ തറവാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? തറവാട്ടില് ബ്രദറും ബ്രദറിന്റെ വൈഫും ഉണ്ട്. പക്ഷെ ഞാൻ അത്ര വലിയ ടൈംസ് അല്ലെങ്കിലും ഞാൻ ജനിച്ച് വളർന്നൊരു വീട് കാണാം. ലൊക്കേഷൻ ഇപ്പോഴും അവർ തമ്മില് ബ്രദറുമായിട്ട് അങ്ങനെ ഒരു ഉണ്ടോ? ഉണ്ട്, ഇല്ല ഇല്ല, അത്രേ ഉള്ളൂ. അത്ര വലിയ ടച്ച് ഇല്ല. കുഴപ്പമില്ല. ഞാൻ വിളിച്ചാൽ വരും, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും വിളിച്ചാൽ ആവശ്യത്തിന് മാത്രമേ വിളിക്കുന്നത്. പൊതുവെ ഒരു ഡ്രസ്സിങ് പാറ്റേൺ ഞാൻ എല്ലാ ഡ്രസ്സിലും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും സാരിയാണോ കുറച്ചും കൂടെ ഇഷ്ടം? നാട്ടിൽ വരുമ്പോ ഓരോ സ്ഥലത്ത് ഓരോ ഡ്രസ്സിംഗ് സ്റ്റൈലാണ്. തീർച്ചയായിട്ടും. കൊച്ചി പോയി കഴിഞ്ഞാൽ വേറെ ലെവലാ. അപ്പൊ ഞാൻ വേറെ ലെവലാ. ദുബായി പോയി കഴിഞ്ഞാൽ വേറെ ലെവൽ. ദുബായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ലെവലാ. ബാംഗ്ലൂർ ആയി കഴിഞ്ഞാൽ വേറെ ലെവൽ. നാട്ടിൽ എന്ന് പറയുമ്പോൾ അതിപ്പോ ഡ്രസ്സിങ്സ് എന്തുവാണെങ്കിലും എന്റെ ഇഷ്ടമാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. ജനിച്ച് വളർന്ന വീടുന്നു. ഞാൻ വിചാരിച്ച എന്താ അറിയോ, ഇത് ജനിച്ച് വളർന്ന വീട്, അത് കഴിഞ്ഞിട്ട് വേറെ വീട് വെച്ചു. കുറച്ചങ്ങോട്ട് പാസ് ചെയ്ത് പോയപ്പോഴേ പറഞ്ഞു ഇതാണ് വീട്. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഇവിടെ വരുമ്പോ കുറെ മെമ്മറീസ് ഉണ്ടായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട്. അതായത് എന്താ പറയുന്നത്, പഴയ വീടിന്റെ ആ ഒരു ഇല്ലേ തറവാട്, അതേപോലെ 50 വർഷത്തോളം പഴക്കമുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നവരുണ്ട്. ഇവിടെയാണ് ജനിച്ചതും വളർന്നതും ഇവരെല്ലാവരും അല്ലേ? അതെ, എന്റെ 4 ചേച്ചിമാരും ചേട്ടനും ഞാനും അച്ഛനും അമ്മയും ഇവിടെ ആയിരുന്നു. ഓക്കെ. ഇപ്പൊ ഇവിടെ ചേട്ടനും ഫാമിലി മാത്രം. അപ്പൊ ഇനി ഇവിടെയാണ് വീട് വെക്കണം എന്നൊക്കെയുള്ള പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടിപൊളിയായിരിക്കും. ഇവിടെ ചേട്ടനും 2 വൈഫും ചേട്ടൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഇത്രയും ദിവസം ചേട്ടനോടെ താമസിക്കണം, ഇന്ന് മുതൽ ഇനി നടക്കുമെന്ന് ഡൗട്ട് ഉണ്ട്. ചേട്ടനും 2 പിള്ളേർ, 2 ആൺകുട്ടികളാണ് ചേട്ടനെ. മൂത്താള് ഇപ്പൊ +2 കഴിഞ്ഞിരിക്കുന്നു, രണ്ടാമത്തെ 10th പഠിക്കുന്നു. ചേട്ടൻ ഒരു ഹായ് പറയോ? ചേട്ടൻ ഇവിടെ വന്ന്. ചേട്ടൻ ഇവിടെ വന്നേ. ചേട്ടൻ വെറും ഫ്രീക്ക് കേട്ടോ. ചേട്ടൻ ഇതാണ് ചേട്ടൻ. എന്റെ ആകെ ഒറ്റൊരു ചേട്ടനേ ഉള്ളൂ എനിക്ക്. ഇതാണ് എന്റെ ചേട്ടൻ. ചേട്ടന്റെ പേര് ഷാജി. ഞാൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം വേണ്ട, നിങ്ങളുടെ 2 മൂക്ക്. അച്ഛന്റെ മൂക്കും അങ്ങനെയാണല്ലോ. ഞങ്ങളെ 3 പേരുടെയും ചേച്ചി മൂത്ത ചേച്ചിയുടെ ഒക്കെ ഞങ്ങളെ ഏറ്റവും മൂത്ത ചേച്ചി. അറിയാം പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ ഞങ്ങൾ ലഞ്ച് ബ്രേക്കാണ്. ഞങ്ങൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ്. തൃശ്ശൂർ ഭാഷയില്ലല്ലോ. ഇല്ല, ഞാൻ എല്ലാ ഭാഷയും എല്ലാം മൊത്തത്തിൽ കറങ്ങുന്നതുകൊണ്ടായിരിക്കാം. എല്ലാം കളഞ്ഞിട്ട് പണ്ടേ എല്ലാം എന്റേതായിട്ടുള്ള ഭാഷയാണ്. പക്ഷെ എനിക്ക് തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി അറിയാം, മലയാളം. അപ്പൊ സൗത്ത് ഇന്ത്യൻ മൊത്തം അഭിനയിച്ചിട്ട് പിന്നെ നോർത്തിലേക്ക് പോകാനുള്ള പ്ലാൻ. അതെ, സത്യം. ശരി. ഇപ്പൊ എത്ര മൂവീസ് ടോട്ടലി ചെയ്തിട്ടുണ്ടാവും? 8 മൂവീസ് ചെയ്തു.
പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ശ്രദ്ധിക്കപ്പെടുന്ന റോളിലേക്ക് വരാൻ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഒരു മൂവി ഉണ്ട്, ത്രിമൂർത്തി എന്ന് പറഞ്ഞ മൂവി. സോ അതില് ശ്രദ്ധിക്കപ്പെടും ആണ്. ഓക്കെ, ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഓഫ് കോഴ്സ് നായികയായിട്ട് അഭിനയിക്കാനാണ് ഫസ്റ്റ് പിന്നെ ഒരു പ്രിഫറൻസും കാര്യങ്ങളും. പക്ഷെ എങ്കിലും ഒരു ഡാൻസ് സീക്വൻസിൽ അല്ലെങ്കിൽ ഒരു ഡാൻസ് ആണെന്ന് പറഞ്ഞാൽ യുൽ ബി റെഡി. ഞാൻ വേറെ തെറ്റിദ്ധരിച്ചു വന്നു. അല്ല, ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നായികയായിട്ട് നമുക്ക് പറയുമ്പോൾ കൂടെ അഭിനയിക്കാൻ നായകൻ ആരായിരിക്കും എന്നാണ് ചോദ്യം. ഞാൻ വിചാരിച്ചു ശരിക്കും ഇങ്ങനെയൊക്കെ ഇരുന്നാൽ പറയാൻ വേണ്ടി. അത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരെയാണ് ഇഷ്ടം? എല്ലാവരെയും വലിയ താല്പര്യം ഉണ്ടാവും. അത് ഒരാളോട് ഭയങ്കര സത്യം ഉണ്ട്. ഓക്കെ, അശ്വമേധം കളിക്കാൻ ഭയങ്കര ക്രഷ് ഉണ്ട്. പുതുമുഖ നടനാണോ സൂപ്പർ സ്റ്റാർ ലെവലിലുള്ളതാണോ? മീഡിയം സൂപ്പർ സ്റ്റാർ, മീഡിയം. ഇപ്പൊ ഇറങ്ങിയ പുതുമുഖമല്ല, അല്ല അത്ര കുറെ പഴയതും അല്ല. ഇപ്പൊ ഈ റീസെന്റ് ആളുടെ മൂവി ഭയങ്കര ഫേമസ് ആണ്. ടൊവിനോയുടെ നായികയാവാൻ എനിക്ക് 2 ആഗ്രഹമുള്ളൂ ഈ ഒരു ഇതില്. കേട്ടോണേ, ഇത് 2 ആഗ്രഹമുള്ളൂ. സോറി, 3 ആഗ്രഹമുണ്ട്. ഒന്ന് വീട് വെക്കണം, അത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഈ ഇൻട്രസ്റ്റിൽ എനിക്ക് ഒന്ന് ടോവിനയുടെ കൂടെ ഒന്ന് അഭിനയിക്കണം. അത് നായികയായിട്ടെന്നല്ല, എന്തുമായാലും കുഴപ്പമില്ല. പിന്നെ എനിക്ക് എന്റെ നയൻതാരനെ ഒന്ന് കണ്ട് ഒരു സെൽഫി എടുത്ത് എനിക്കൊന്ന് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ആണോ? അല്ല, തൃശ്ശൂരുള്ള ഫ്രണ്ട്സ് ആണ്. ഓക്കെ, സൂപ്പർ. ബൊട്ടീക്ക് ഒക്കെ ഉണ്ടോ അവിടെ? അവിടെ ഒരു ബൊട്ടീക്ക് ഉണ്ട്. കാരണം ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരുവിധം കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് എറണാകുളത്തും ബൊട്ടീക്ക് ഉണ്ട് കേട്ടോ. മീൻസ് എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ പേര് അമലേഷ് വിജയൻ, പിന്നെ കാർത്തിക്, ലാഹിൻ. അങ്ങനെ എനിക്ക് ഇപ്പൊ എന്ന് പറയുമ്പോൾ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാൻ അവർ 5 പേരാണ്. ഒന്ന് രേഷ്മ കാശി ആൻഡ് ലാഹിൻ, കാർത്തിക് രവീന്ദ്രൻ, അമലേഷ്. പക്ഷെ ഇവർക്കൊക്കെ വേറെ വേറെ പെറ്റ് നെയിം ഉണ്ട്. അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ഇരട്ട പേരിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രേഷ്മ. അപ്പൊ ഇവരാണ് എനിക്ക് ഇപ്പോഴത്തെ എന്റെ ക്ലോസ്. എനിക്കിപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ വൈറലാവുന്ന ഒരു ഫോട്ടോഷൂട്ടിന്റെ. സോ ആ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്. അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. കോമ്പറ്റീഷന്റെ ഫോട്ടോഷൂട്ടാണ്. കാരണം അവിടെ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിന്റെ ഫോട്ടോഷൂട്ടിൽ അപ്പോൾ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ അത് ഓസ്ട്രേലിയയിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പുള്ളിക്കാരത്തി ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും പുള്ളിക്കാരത്തേക്ക് കിട്ടുന്നുണ്ട്. കമന്റ് ചെയ്യുന്നവരും കുറ്റം പറയുന്നവരുടെ ഡേറ്റ പോകുന്നതും മൊബൈലിന്റെ ചാർജ് പോകുന്നതല്ലാണ്ട് ഒരു പൈസ പോലും കിട്ടുന്നില്ല. പൈസ മൊത്തം പോകുന്നത് ഇദ്ദേഹത്തിന്. അത് നമ്മൾ ഓർത്തോണം. നമ്മൾ കൊടുക്കുന്ന വ്യൂസിനും നമ്മൾ കൊടുക്കുന്ന വയറിനും ഒക്കെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിനാണ്. അത് നമ്മളൊരിക്കലും മറക്കരുത്. ഇല്ല, ഞാൻ താത്തി കിട്ടിയതില്ല, പക്ഷേ കാര്യം പറഞ്ഞതാ. സത്യമാണല്ലോ. അത്രയും വ്യൂസിനനുസരിച്ചിട്ട് യു ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ്. ഇപ്പൊ നാളെ ഒരു വലിയ ബ്രാൻഡിന്റെ ഒരു കൊളാബ് കിട്ടാനുള്ള വൺ ഓഫ് ദി റീസൺ ഇസ് ബിക്കോസ് നോക്കുമ്പോൾ പ്രൊഫൈലിൽ അത്രയും വ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിന് ഇത്രയും മില്യൺ വ്യൂസ് ഉണ്ടെന്നുള്ളതൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പം ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ ബെനിഫിറ്റ്സ് ആയി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരുപാട് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണോ കൂടുതൽ അത് എബ്രോഡ് ആണോ ഫോട്ടോഷൂട്ട്സ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ബെറ്റർ? ഞാൻ ഇവിടെയാണ് എനിക്ക് കുറച്ചും കൂടി. ഇവിടെ ഗുരുവായൂരും അല്ലാട്ടാ, നമ്മുടെ നാട്ടില് കൊച്ചിയിലും അവിടെയൊക്കെ ആയിട്ട്. ഇനിയിപ്പോ ഈ 15-16 ഷോ ഉണ്ട്. അതെന്തിന്റെ? ഡാൻസിന്റെ അല്ല, ഫാഷൻ ഷോ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ലുലു ഫാഷൻ വീക്ക് അല്ല, ഒരു മെഡോണ നൈറ്റ്. മോനോ റൈറ്റ് ആണ്. ബോയ്ഫ്രണ്ടിന്റെ കാര്യം ചോദിച്ചപ്പോ ലെഫ്റ്റ്, മെഡോണയുടെ കാര്യം പറഞ്ഞപ്പോ റൈറ്റ്. കൊള്ളാം. പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് അറിയാമല്ലോ. സോ ഞാനൊരു പെൺകുട്ടിയായിട്ട് നൃത്തം ചെയ്ത സ്റ്റേജാണ് അത് ഫസ്റ്റ്. അത് നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈഫിൽ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അത് ആൺകുട്ടികളുടെ സ്പാനിഷ് ആയിട്ടായിരിക്കുമല്ലോ, സ്ത്രീ വേഷമണിഞ്ഞ്. ഞാൻ അപ്പം ആൺകുട്ടിയായിരുന്നല്ലോ ഇവിടെ പഠിക്കുമ്പോൾ. അപ്പോൾ സ്ത്രീ വേഷമണിഞ്ഞ് ഫസ്റ്റ് ആദ്യമായിട്ട് കളിച്ച സ്റ്റേജാണ് അത്. നമ്മുടെ ഹരികൃഷ്ണൻസിലെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ. സമയം ഇത് അപൂർവ സായാണ്. എന്തായിരുന്നു ഫംഗ്ഷൻ? എന്തായിരുന്നു? സ്കൂളിൽ മറ്റേ വരില്ല, ആനിവേഴ്സറി വരില്ലേ,
എന്താ അപ്പൊ അങ്ങനെ ഒരു ഡ്രസ്സിന്റെ ഒരു ഓപ്ഷൻ ആരെങ്കിലും പറഞ്ഞാണോ അതോ സ്വന്തമായിട്ട് ചൂസ് ചെയ്ത്? എന്നെ ഇവിടെ സ്കൂളിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് ആയാലും കൂടെ പഠിച്ചവരായാലും പിള്ളേരൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഫുൾ ടൈം പിള്ളേർ, ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്രണ്ടിലുണ്ട്, ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്, പുറകിൽ ഗേൾസിനുള്ള ഗ്രൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ ആയിരിക്കും, പുറകിലായിരിക്കും. കാരണം എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ടീച്ചേഴ്സും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇത് ഏത് ക്ലാസ് പഠിക്കുമ്പോഴും അവിടെ ആദ്യമായിട്ട് ഇതുപോലെ ഇവിടെ ഞാൻ വന്ന് ചേർന്ന് 2ാമത്തെ വർഷം ചെയ്യുന്നത്? 5 വർഷം ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി, കൊള്ളാം. ഇതാണ് സ്കൂള്, അതാണ് ആ കാണുന്ന സ്റ്റേജ്. ആ സ്റ്റേജിൽ ഞാൻ ഡാൻസ്, അതാട്ടോ സ്റ്റേജ്. ഇവിടുന്ന് കാണാൻ ആക്ച്വലി സ്കൂളിൽ ലോക്ക്ഡൗൺ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഏത് ക്ലാസ് വരെയാണ് പഠിച്ചത്? ഞാൻ 10 വരെ ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 8ാം ക്ലാസ് ഇതായിരുന്നു. 10ാം ക്ലാസ് ഇത് ആ സ്റ്റേജിന്റെ തൊട്ട് പോയി റൈറ്റ് സൈഡ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും അങ്ങനെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല? കൂടെ പഠിച്ച കുട്ടികളുടെ കാര്യമൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം സെയിം കാറ്റഗറി എന്നെ പോലെ തന്നെ ഒരു കുട്ടി എനിക്ക് ഇവിടുന്ന് തൊട്ടടുത്ത് വന്നു. പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ 8ാം ക്ലാസ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടോ? അതാ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞത്. സോ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ നടക്കും, കളിക്കും. ഇവിടെ കൂടെ നടക്കുമ്പോഴൊക്കെ എല്ലാവരും ഞങ്ങളെ കളിയാക്കും. അത് പരിഹസിച്ചുള്ള കളിയാക്കലല്ല. അപ്പം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും പ്രതികരിച്ച് ഞങ്ങളെ പാടിന് പോകും. അങ്ങനെയായിരുന്നു. കുറേ മെമ്മറീസ്. ഇവിടെ എപ്പോഴെങ്കിലും തിരിച്ച് സ്കൂളിൽ വന്നിട്ടുണ്ട് എന്തെങ്കിലും? സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, സ്കൂൾ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതല്ലാണ്ട് ഇപ്പോൾ ദീപ്തി കല്യാണിയായിട്ട് ഇതുവരെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്തിട്ട് അങ്ങനെ നടത്തിയിട്ടില്ല. ഞാനായിട്ട് ഇവിടെ വന്ന് സംസാരിച്ചിട്ട് കുറേ പേരുടെ കൂടെ പഠിച്ചവരുടെയൊക്കെ നമ്പർ ചോദിച്ചു, കിട്ടിയപ്പോൾ കുറേ പേരൊന്നും ഇവിടെ ഇല്ല, അപ്പോൾ പുറത്തൊക്കെ പോയി അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ആരും കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്കത് ഒരെണ്ണം ഒരു ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യണമെന്നുണ്ട്. എല്ലാവരും എൻ്റെ ഒപ്പം. സെയിൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൊഴിയൂർ. കൊള്ളാം. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് നെസ്റ്റ് പിടിച്ചോ? കുറേ ആയോ ഇവിടെ വന്നിട്ട്? കുറേ വന്നിട്ട് ഇപ്പം നെസ്റ്റ് പിടിച്ചിട്ടുണ്ടോ അല്ലേ? സത്യം. ഇഷ്ടപ്പെട്ട ടീച്ചർ അങ്ങനെ ഫേവറേറ്റ് ആരെങ്കിലും ഉണ്ടോ? ഫേവറിസംസ്? ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ടീച്ചറുണ്ട്, കുസ്മ ടീച്ചറുണ്ട്. കുസ്മ ടീച്ചർ ഞങ്ങളെ കണക്ഷൻ ഉണ്ടോ എപ്പോഴും? കുസ്മ ടീച്ചർ കാണാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ പ്രീതി ടീച്ചറാണ് ഇപ്പോൾ ഹെഡ് ടീച്ചറാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഞാൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നപ്പോൾ ടീച്ചറായിരുന്നു. ഞങ്ങളെ ഇംഗ്ലീഷ് സെക്കൻഡ് പഠിപ്പിച്ച ടീച്ചറാണ് പ്രീതി ടീച്ചർ. ഹാപ്പി ആയില്ലേ കുട്ടാ? ഒരുപാട് ഹാപ്പി. ഇനി നമുക്ക് അടുത്ത ഫ്രണ്ട്സിനെ കാണാൻ പോയാലോ? എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയാം, നമ്മൾ ഇവരെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻസിന് അല്ലെങ്കിൽ ഷൂട്ടിനൊക്കെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. പക്ഷെ പേഴ്സണലി വന്ന് കുറച്ചൊരു അറ്റാച്ച്ഡ് ആയിപ്പോയി. ഇപ്പോൾ പലരുടെയും നമ്മൾ അറിയണത്, ഇപ്പോൾ ഏജയുടെ എനിക്ക് അറിയാവുന്ന ഏജ് അത്ര എൻ്റെ കൂടെ നടക്കും, അല്ലെങ്കിൽ രഞ്ജുമേനെ അറിയുന്നത് രഞ്ജു. പക്ഷേ ദീപ്തി കല്യാണിനെ കുറച്ചുകൂടെ എനിക്ക് ഡീപ്പായിട്ട് അറിയാൻ പറ്റിയപ്പോഴത്തേക്കും ഉറപ്പല്ല ഇവിടെ കിടക്കും. ഞാൻ ഇനി മീറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സിനെയും പിന്നെ ബൊട്ടീക്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ തൃശ്ശൂർക്ക് പോകാം. ക്വാളിറ്റി ഫിഷ് മസാല, എന്താ മീനിന്റെ രുചി! ക്വാളിറ്റിയാണ്, വിശ്വസിക്കാം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുവാണ്, അതായത് നമ്മുടെ ദീപ്തി കല്യാണിൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ളത് അല്ല ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ബൊട്ടീക്കാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെയ്തു തരുന്നവരുണ്ട്. പക്ഷേ രാജു എന്ന് പറയുമ്പോൾ എനിക്കൊരു 5 years ആയിട്ടുള്ള രാജുവിനെ നമുക്കൊന്ന് കാണാം. രാജുവിനെ എനിക്കൊരു 5 years ആയിട്ടുള്ള റിലേഷനാണ്. മീൻസ് ബന്ധം. സോറി. എങ്ങനത്തെ ടൈപ്പ് കോസ്റ്റ്യൂം ആണ് ഇപ്പൊ റീസെന്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്? അങ്ങനെയായിരുന്നു? അല്ല, ഏതാ വേണ്ടത്? അല്ല, നോർമലി എങ്ങനത്തെയാണ് ചെയ്യാറ്? ഗൗണാണോ? അതാ ചോദിച്ചാൽ ഏതാ വേണ്ടത്. കാരണം എനിക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, ചേച്ചി എവിടുന്ന ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്, ചേച്ചി എവിടുന്ന ഡ്രസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റും എൻ്റെ കോസ്റ്റ്യൂം ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് രാജുവാണ്. ഇത് ഈ ഷോപ്പ് ഇപ്പോൾ ഒരു 3 months ആയിട്ടുള്ള ഓപ്പൺ ആയിട്ട്. രാജു വീട്ടിലായിരുന്നു, തൃശ്ശൂരിലാണ്. രാജുവിന്റെ സ്വന്തം സ്ഥലം ഇവിടെയല്ല കേട്ടോ, പട്ടാമ്പിയിലാണ്. തൃശ്ശൂരുമായിട്ട് വർഷങ്ങളായി. അപ്പോൾ ഒരു വീടെടുത്ത് ആ വീട്ടിലായിരുന്നു രാജു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ തേടി കണ്ടുപിടിച്ച് പോയി. അതിന്റെ ഫ്രണ്ട് വഴിയാണ് പോയത്. അവിടെ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി ഇപ്പൊ ഇവിടെയാണ്. ഈ സ്ഥലത്തിന് എന്താ പറയുന്നത്? കൊക്കാല. ഓക്കെ. വേറെ എന്തെങ്കിലും നമുക്ക് പറയാനുള്ള? സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് കൊക്കാല റോഡ്, കാസിനോ ബിൽഡിംഗ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ട് 3 months ആയി. അപ്പൊ നമ്മുടെ ഈ ബൊട്ടീക്കിലും എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്യും, ലൈക്ക് ഗൗൺസ് ആയിക്കോട്ടെ, ബ്ലൗസസ്. നമ്മൾ മെയിൻ ആയിട്ട് ബ്രൈഡൽസ് ആണ്, ബ്രൈഡൽ വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത്. നോർമൽ എല്ലാം ഉണ്ട്, കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ നമ്മൾ കുർത്താസ് ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്താസ് അങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിപ്പം എനിക്കൊന്ന് ചെറിയൊരു ഔട്ട്ലെറ്റ് ആയിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഡിസ്പ്ലേ നമ്മൾ അധികം ചെയ്തിട്ടില്ല. പിന്നെ ബാക്കി ഓൺ കസ്റ്റമേഴ്സ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഉള്ളത് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, വാ.
അങ്ങനെ നമ്മൾ ബൊട്ടീക്കിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ശരിക്കും ഈ ബൊട്ടീക്കിന്റെ പേര് ക്രിയോ എന്ന് പറഞ്ഞാലും അതിന്റെ ബാക്കിയുണ്ട്. അത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല, ഇദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കേട്ടല്ലോ? അപ്പൊ CC തൃശ്ശൂരിലുള്ള തൃശ്ശൂരിലുള്ള ക്രിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം കേൾക്കണം. നമ്മുടെ സ്വന്തം രാജുവിൻ്റെ ആണ്. നല്ല അടിപൊളി ഈ ഒരു ബ്ലൗസ് പാറ്റേൺ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നല്ല ബ്ലൗസ് പാറ്റേൺ ആണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് ബിസിനസ്സൊക്കെ നന്നായിട്ട് പോട്ടെ. അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റട്ടെ. എന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് ആലോചിച്ചോട്ടോ, ഡ്രസ്സൊക്കെ വല്ല ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണം, അവരവിടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, ബൈ. ബയ്യ, താങ്ക് യു ബയ്യ, ബൈ. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ നിങ്ങൾ ഏതായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, വളരെ നാച്ചുറലായിട്ട് എല്ലാവരും സെറ്റ് ചെയ്ത സ്ഥലത്ത് അതുപോലെ തന്നെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. അതെ, അനങ്ങാണ്ടിരിപ്പുണ്ട്. എന്തായാലും കറക്റ്റ് പറഞ്ഞ സ്ഥലത്ത് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ പരിചയപ്പെടാം. യെസ്, ദീപ്തി കല്യാണി ഇവരെയൊക്കെ പരിചയപ്പെടുത്തി തരൂ. ഞാൻ തന്നെ പരിചയപ്പെടുത്തണം. ഇത് അലീനയാണ്, അറിയാം, അലീനയാണ്, അലീന ജോസഫ്. ഇപ്പൊ റിയാക്ഷൻ തരുന്നത് അലീന ജോസഫ് ആണ്. അലീനയുടെ വീട് കോഴിക്കോടാണ്. സോ എന്റെ മോളായിട്ട് വരും. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അലീനയുടെ മക്കളാണ് രണ്ടുപേര്, കാജൻ, മീനാക്ഷി. അപ്പൊ ഞാൻ പോട്ടെ, നിക്കൂ പറയട്ടെ. മക്കൾ രണ്ടുപേര്. മീനാക്ഷി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഡാൻസർ ആണ്. കാജൽ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടൊരു സെലിബ്രിറ്റി ആണ്. ആൺ പിറന്നോണ്ട് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വേറെ സീരിയൽ കമ്മിറ്റഡ് ആയിട്ടുണ്ട്, ഡാൻസർ ആണ്, മോഡലാണ്. ഇവരെ എനിക്ക് എങ്ങനെയാ പരിചയം എന്ന് വെച്ചാൽ ഇവരൊക്കെ എന്റെ കുടുംബമാണ്. അത് ഞാൻ ആദ്യമേ പറയട്ടെ, വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് മനസ്സിലായില്ലേ? മകളാണ്. അതെ, സോ അലീന ജോസഫ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ എ ജെ രഞ്ജുമ കാരണം AJനെയും ദീപ്തിനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു. ഇവർ കാരണം ഞാൻ ഇവരെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാനും ഇപ്പോൾ ഇവരുടെ കൂടെ ഒരു കുടുംബമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇവരെയൊക്കെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള നേരത്തെ പറഞ്ഞത് ഞാൻ ഈ ഷോയിൽ വരില്ലായിരുന്നു. അയ്യോ, ഇന്ന് മകളാന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടോ എന്തോ. AJ ഒന്നും കൂടെ പറയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പോട്ടെ, എന്നെ പറ്റി പറയണ്ട, നമുക്ക് ദീപ്തിനെ പറ്റി. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ദീപ്തിനെ പറ്റി നമ്മൾ തള്ളി മറിച്ച്. ദീപ്തി അമ്മിനെ ഞാൻ ഏകദേശം ഒരു 20 വർഷത്തെ ബന്ധം ഉണ്ടാവും. 15 വർഷം എന്തായാലും പരിചയം ഉണ്ടാവും. ദീപ്തിയെ ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഈവെന്റ് ഞാനാണ് മമ്മീനെ പരിചയപ്പെടുന്നത്. അന്ന് തൊട്ടേ മമ്മീന്റെ മകളാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഒബ്വിയസ്ലി മകളായി. അങ്ങനെ മകളായി. ഇപ്പം ഞങ്ങൾ അമ്മ മക്കൾ ബന്ധമായത് ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ അമ്മ മക്കൾ. തരക്കേടില്ലാത്തൊരു അമ്മയാണോ? തരക്കേടില്ലാത്ത അമ്മാൻ്റെ ഞങ്ങൾ അടിയും പിടിയുണ്ടോ. പിന്നെ എനിക്കുള്ള സ്വഭാവം എൻ്റെ മമ്മീനെ ഞാൻ സ്നേഹിക്കുന്നതിനെ വേറെ ആളെ കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്ക് എന്താ പറഞ്ഞു വരുമ്പോ. കാജൽ വർക്ക് ചെയ്തതെന്ന് പറയുന്നത് വേറൊരു ചാനലിന് വേണ്ടി ഒരു സീരിയലിന്റെ ഭാഗമായിട്ടുണ്ട്. സോ ഷീസ് ഇൻ ടു ആക്ടിങ്, മോഡലിംഗ് എല്ലാം കൂടെയാണ്. യെസ് കാജൽ, സോ നിങ്ങൾ ഞാൻ ദീപ്തി മമ്മീനെ ഞാനൊരു ആൺകുട്ടി ആയിരിക്കുമ്പോൾ തൊട്ട് കാണുന്നതാണ്. ഒരു 8ാം ക്ലാസ്സിൽ. അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ദീപ്തി മമ്മി ഒരു ട്രാൻസ് വുമൺ ആണെന്ന് അറിയണ്ടായിരുന്നില്ല. ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. തൃശ്ശൂരായിരുന്നു കാജലിന്റെ എന്നെ കണ്ടു നേരിട്ടിട്ട്. അതൊരു ട്രാൻസ് വുമൺ ആണെന്ന് മനസ്സിലായില്ലായിരുന്നു. ഒരു ഒറിജിനൽ പെൺകുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ മമ്മിയുടെ കവർ ഗേൾ ആയിട്ടുള്ള വനിതയുടെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മനസ്സിലായത്. അപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സാണ് എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അന്ന് ഞാൻ എൻ്റെ ഒരു അറിവിൽ ഞാൻ ഒരു 8ാം ക്ലാസ്സിൽ 9ൽ പഠിക്കുമ്പോഴാണ് ചെറിയൊരു ആൺകുട്ടിയായിട്ട് കുടുംബമൊക്കെ വെച്ചിട്ട് വന്നിരുന്നത്. മകളാവാൻ വേണ്ടി കുറേ ശ്രമിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ മക്കള് വരുന്ന ഇവൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞമ്മളെ മേൽക്കിട്ടു, ഇവളെ മകളാക്കി. ദീപ്തിയമ്മിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ മമ്മിയാണ് അലീന. പക്ഷേ എങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ അറ്റാച്ച്മെൻറ്റ് മമ്മിയുടെ അടുത്തായിരുന്നു. ദീപ്തി ഞാൻ മമ്മീനെ വിളിക്കുന്നത്. അവരെ കൂടെ എപ്പോഴും ഞങ്ങൾക്ക് ഇറങ്ങാൻ പോലും ഞങ്ങൾ എപ്പോഴാണ് ഒരുമിച്ചുണ്ടാവുക. അപ്പം മമ്മീനെ ഇടയ്ക്കേക്കോ ഇപ്പം എന്നെ വേണ്ട, നാണീനെ മതി എന്ന് എപ്പോഴും പറയും. പക്ഷെ ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ മമ്മീനെ പറ്റി കഥയില്ല, ജീവിതമാണ് പറഞ്ഞു. 2010 ഞാൻ ദീപ്തി അമ്മീനെ കാണുന്നത്. അത് ഒരു ഫംഗ്ഷൻ്റെ പ്രോഗ്രാമിന് വെച്ചിട്ടാണ് കാണുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ അധികം ട്രാൻസ് വുമൺസിനെ അല്ലെങ്കിൽ അന്നൊന്നും അത്ര വിസിബിലിറ്റി ഇല്ലാത്തൊരു സന്ദർഭമായിരുന്നു.
ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ട്രാൻസ്ഫോമാണ്, അല്ലെങ്കിൽ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇത്രയും വിസിബിളായി വന്നിരിക്കണ ഒരു വ്യക്തി ദീപ്തി അമ്മയായിരുന്നു. ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു ആളിപ്പോൾ പിന്നെ അന്ന് തന്നെ ആളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ടു ദീപ്തി കല്യാണി, നമ്മൾ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബിഫോർ ദാറ്റ് എന്താണ് പുതിയ പ്രോജക്ട്സ് കാര്യങ്ങൾ? ആൻഡ് ബിക്കോസ് ഇതുവരെ നമ്മൾ സിനിമയുടെ കാര്യം സംസാരിച്ചിട്ടില്ല. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ത്രിമൂർത്തിയാണല്ലോ. പിന്നെ എനിക്കിപ്പോൾ തമിഴ് മൂവിയിലേക്ക് വന്നിട്ടുണ്ട്. അതും സെയിം ഫൈറ്ററായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം കിട്ടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐറ്റം ഡാൻസറായിട്ടാണ് അറിയപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഷംന ചേച്ചി, മുമേദ് ഖാൻ, അങ്ങനെ ആ ഒരു ഐറ്റം സോങ് ചെയ്യുന്ന അതുപോലെ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് വരുന്നതൊക്കെ ഇപ്പം ഇങ്ങനത്തെ റോളുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് കേട്ടോ അതിനുള്ള ടാലൻറ്റ്, ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആരും ഒന്നിലും പുറകിലല്ല, ഇതൊക്കെ തന്നെ ജീവിക്കും. എല്ലാത്തിലും കഴിവുകൾ തെളിയിച്ചുകൊണ്ട് തന്നെ. വളരെയധികം സന്തോഷമുണ്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാലും കുറച്ചുകൂടെ അടുത്തറിയാൻ പറ്റിയാലും ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ദീപ്തി ആണെങ്കിൽ ഇനി വരും എപ്പിസോഡിൽ നമ്മൾ ഇതേപോലെ പല ആൾക്കാരെയും പല ഫീൽഡിലുള്ളവരെയും നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ദീപ്തി കല്യാണി, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.